ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചയായിട്ട് എന്താ ഇന്നത്തെ പരിപാടി? നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടി പോവാനുള്ള പ്രിപ്പറേഷൻസിലാണ് ഞാൻ. ഏട്ടൻ്റെ മാമൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒന്ന് ഉഴപ്പിലാണല്ലേ. എൻ്റെ മൈൻഡൊന്നും ശരിയല്ലാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ തന്നെ വിചാരിക്കണം ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇത് എത്ര ദിവസത്തേക്കാണെന്നൊന്നും എനിക്കറിയില്ല. എന്നിരുന്നാലും ഉള്ള ദിവസങ്ങളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ശ്രമിക്കണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാലത്തൊക്കെ എണീക്കുമ്പോൾ എന്നും വിചാരിക്കും ഇന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കണം, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ എന്നെ കൊണ്ട് അതൊന്നും സാധിക്കാറില്ല കേട്ടോ. കൂടുതൽ ഇങ്ങനെ ഉടപ്പി നടക്കും, അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് വീട്ടിലിരിക്കാൻ തന്നെ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ കാര്യങ്ങൾക്കായിട്ട് അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലൊക്കെ ആയിട്ട്. ഭർത്താക്കന്മാർ പ്രവാസികളാണെങ്കിൽ നാട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഭാര്യമാർ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനം നമുക്ക് കുറേ കുറ്റവും പഴികളും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. നമ്മളെ താങ്ങി നിർത്തേണ്ട കൈകൾ എന്നെ കുറ്റപ്പെടുത്തലും കൂടി ആവുമ്പോൾ ജീവിതത്തിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും ഉള്ളൊരു അവസ്ഥയാണെന്ന് എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാത്രം കാര്യമൊന്നുമല്ല, പൊതുവേ ഉള്ളതാണ്.